സോമേശ്വരനമയ്യ. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ചപ്പോൾ ദൈവത്തിനെയൊക്കെ ഞാൻ തൊഴുതിട്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങണത്. അതിനുശേഷം ഞാൻ പുറത്തുപോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം നേരെ അടുക്കളയിൽ പോയി ഒരു ഈന്തപ്പഴം എടുത്ത് അതിന് ഞാൻ പുറത്തു കൊണ്ടുവന്ന് ആ ഒരു കാറ്റും കൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. നല്ല ടേസ്റ്റ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു. കാരണം എൻ്റെ കൈയും കാലൊക്കെ നല്ല വേദന. കുറച്ച് ദിവസമായിട്ട് ഞാൻ വാമ്പൊന്നും ചെയ്യാത്ത കാര്യം നല്ല വേദന. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണ മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ശരണം വിളിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഞാനിന്ന് കഴിക്കാൻ പോണത് പുട്ടും സാമ്പാറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ പോണത്. നല്ല വാഴയിലയിൽ പൊതിഞ്ഞ ചോറാണ് കൊണ്ടുപോകണത്. അപ്പം ഞാൻ പോണ വഴിയിൽ നല്ല കാറ്റും കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറയാണ് സ്വാമി ശരണമയ്യപ്പ. നമുക്ക് മാലിയുടെ ശേഷം കുറേ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ആൻസിറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു പൂച്ചക്കുട്ടനെ കണ്ടു. വെയിലത്ത് പോയിട്ട് വന്ന ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. നല്ല ക്ഷീണം. അങ്ങനെ ഞാൻ കാപ്പിയും കുടിച്ചു. ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം. നല്ല വാഴയിൽ പൊതിഞ്ഞ ചോറ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നേരെ റോട്ടിൽ കൂടെ പോണു. അതിന് രണ്ട് സൈഡ് പടം, അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വീട് വെച്ചിരിക്കാൻ സെറ്റ്. അതിനുശേഷം ഞാൻ വണ്ടി നിർത്തി ഒരു കുളത്തിൻ്റെ അപ്പുറത്ത് അമ്പലമുണ്ട്. ഈ അമ്പലത്തിനെ നോക്കി ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഞാൻ രാത്രി കഴിക്കാൻ പോണ ഭക്ഷണം. ഇഡലിയും ചമ്മന്തിയും ചട്നിയും. സ്വാമി